ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഹണി റോസ് എന്തായാലും വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഹണി റോസിനിട്ട് ഒരു അടിയും കൊടുത്ത് അപർണ വലിയ ആള് കളിച്ചിങ്ങനെ നിൽക്കുമ്പോൾ നീ ചെവിയിൽ നുള്ളിക്കോളാൻ പറഞ്ഞിട്ടാണ് ഹണി റോസ് ഇറങ്ങിപ്പോകുന്നത്. എന്തായാലും തൽക്കാലത്തേക്ക് അളകാപുരിയിൽ ശാന്തതയും സമാധാനവും ഒക്കെ തിരികെ വന്നൊരു സാഹചര്യത്തിലാണ് നമ്മുടെ ജാനകിയെ നോക്കാനായിട്ട് പുതിയ ഡോക്ടർ അങ്ങോട്ടേക്ക് വരുന്നത്. ഡോക്ടർ വന്നു ജാനകിയെ വിശദമായി പരിശോധിക്കട്ടെ, അതുപോലെ തന്നെ കേസ് ഡയറിയൊക്കെ നോക്കട്ടെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇതെല്ലാം പറഞ്ഞ് ഒരു പ്രതീക്ഷയുണ്ടോ എന്നുള്ള രീതിയിൽ തന്നെ അഭിയോട് സംസാരിച്ചിട്ട് ഡോക്ടർ അവിടുന്ന് പോവുകയും ചെയ്തു കേട്ടോ. അത് കഴിഞ്ഞ് അഭി ഇങ്ങനെ ജാനകിയോട് സംസാരിച്ചുകൊണ്ട് അവിടെ ഇരിക്കുകയാണ്. ഡോക്ടർ പറഞ്ഞത് നിനക്കിപ്പോൾ ഓക്കെ ആകും എന്നൊക്കെയാണ് പറഞ്ഞതെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇതേ സമയത്ത് അവിടെ വീട്ടിൽ ഹണി റോസിനെ പറ്റിയുള്ള കാര്യങ്ങൾ സംസാരിക്കുവാണ് പ്രഭാവതിയും അതുപോലെ അപർണയും കൂടി. അഭി എന്തു പറഞ്ഞിട്ടായിരിക്കും ഒരു പക്ഷേ അവൾ ഇറങ്ങിപ്പോയത് എന്നുള്ളൊരു ചോദ്യം അവിടെ എന്തായാലും വരുമല്ലോ. അപ്പോൾ അഭിയേട്ടൻ അവൻ കൊടുക്കാനുള്ള പൈസ, അജയ് കൊടുക്കാനുള്ള പൈസ എല്ലാം കൊടുക്കാവുന്ന ഏറ്റ് കാണും എന്ന രീതിയിൽ ഈ അപർണ ഇങ്ങനെ പറഞ്ഞു. അല്ലാതെ അവൾ പോകാനുള്ള ഒരു സാഹചര്യങ്ങളും ഇല്ല എന്നൊക്കെ പറയുമ്പോൾ പ്രഭാവതിക്കും ആകെ ഒരു ടെൻഷൻ. അഭിയുടെ കയ്യിലേന് ഇത്രയും കാശൊന്നുമില്ലല്ലോ, അഭി എവിടെ നിന്ന് എടുത്ത് കൊടുക്കും എന്നുള്ളൊരു രീതിയിൽ ഇത് തന്നെ അപർണയും പറഞ്ഞു. വീടിനെ രക്ഷിക്കാൻ വലിയേട്ടൻ ചമഞ്ഞ് വലിയൊരു ബാധ്യതയാണ് അഭി എടുത്ത് തലയിലേക്ക് വെച്ചിരിക്കുന്നതെന്ന് ഈ അപർണ പറയുക. 1-2 രൂപയൊന്നുമല്ല, 25 കോടി രൂപയാണ് അവൾക്ക് വേണ്ടി അഭി ഓഫർ ചെയ്തിരിക്കുന്നതെങ്കിൽ അഭി എവിടെ നിന്ന് എടുത്ത് കൊടുക്കും? ആ പൈസ അത്രയും എടുത്ത് കൊടുക്കാൻ ഇപ്പം അഭിയുടെ കയ്യിൽ എന്താ ഉള്ളത്? ഒരു സൈഡിൽ ഭാര്യ എന്താകുമെന്നറിയാതെ കിടക്കുന്നു, ഇപ്പറ സൈഡിലോ എല്ലാം മൊത്തത്തിൽ കുളമായി കിടക്കുന്നു. ഹനിയനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിരഞ്ജനയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അഭി എടുത്ത് ചാടിയത് വലിയൊരു കുരുക്കിലേക്കാണെന്നൊക്കെ പറഞ്ഞിങ്ങനെ ഡയലോഗുകൾ ഇറക്കിക്കൊണ്ട് അപർണ ഇങ്ങനെ അവിടെ നിൽക്കുക. പ്രഭാവതിയെ പറഞ്ഞു പേടിപ്പിക്കുകയാണ്. ഇനി എന്തായാലും ഇതൊക്കെ നല്ല ആസ്വദിച്ചിരുന്ന് കാണാമെന്നുള്ള രീതിയിൽ തന്നെ അപർണ ഇങ്ങനെ പ്രഭാവതിയോട് പറയുന്നു കേട്ടോ. പ്രഭാവതിക്കാണെങ്കിൽ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര വിഷമവും ഭയങ്കര പേടിയും കാര്യങ്ങളൊക്കെ എവിടെ നിന്നെടുത്ത് അഭി കൊടുക്കുമെന്നുള്ളൊരിത്. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇവള് പോയി എന്നറിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അജയ് വീട്ടിലേക്ക് വന്നു. അജയ് വീട്ടിലേക്ക് വന്നപ്പോൾ അപർണയാണ് കണ്ടത്. ആഹാ, അജയ് തിരിച്ചെത്തിയോ? ഓ, കൃത്യമായിരുന്നല്ലോ അജയുടെ വരവ്. അവള് പോകാൻ നോക്കിയിരിക്കായിരുന്നു. അവള് പോയിന്ന് അജയ്ക്ക് ഇങ്ങനെ വിവരം കിട്ടിയത് അജയ് ഇങ്ങനെ അറിഞ്ഞേ എന്നൊക്കെ ചോദിച്ചു ഇവള് ഇങ്ങനെ കളിയാക്കുക. അപ്പം അജയ് ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുക കേട്ടോ. ഹണി പോയത് ഞാൻ അറിഞ്ഞു എന്നും പറഞ്ഞു. എന്നാലും എൻ്റെ അജയെ സമ്മതിക്കണം. അവൾ വന്ന് ഇറങ്ങിയപ്പോഴേക്കും അജയ് ഇവിടുന്ന് ഒരു പോക്ക്. അപ്പം അജയെ രക്ഷിക്കാനായിട്ട് അഭി 25 കോടി രൂപയുടെ ബാധ്യത എടുത്ത് തലയിൽ വെച്ചിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞു. 25 കോടി രൂപയുടെ ബാധ്യത തലയിലെടുത്ത് വെച്ചെന്നോ? ആ, അങ്ങനെ ഏതാണ്ടാ ഇടപാട്. എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല. ഹണിയെ വിളിച്ചുകൊണ്ട് നിന്റെ ഏട്ടൻ പോയി നിന്ന് ആരും കേൾക്കാതെ സംസാരിച്ച് ഏതാണ്ടൊക്കെ പറഞ്ഞുറപ്പിച്ചിട്ടാണ് അവളെ പറഞ്ഞു വിട്ടിരിക്കുന്നത്. എന്തായാലും നിന്റെ കാര്യം രക്ഷപ്പെട്ടു. ഇനിയിപ്പോൾ 25 കോടി രൂപ നീ കൊടുക്കേണ്ട ആവശ്യം വരില്ല, അത് അഭി കൊടുത്തോളൂ എന്നും പറഞ്ഞ് ഇവളവിടെ കിടന്ന് ഇങ്ങനെ ഉരുണ്ട് കളിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവനാണെങ്കിൽ ആകെ ഒരു വല്ലായ്മ പോലെ. എന്നിട്ട് ഇവനൊന്നും ഇടാതെ നാണക്കേടുണ്ടല്ലോ, നാണം കെട്ട് വന്നിരിക്കല്ലേ. എന്നിട്ട് ഇവൻ മുറിയിലേക്ക് കയറി വാതിലടച്ചു. ഇവളാണെങ്കിൽ കിട്ടിയ അവസരം മാക്സിമം മുതലെടുത്ത് ഇവനെ ആണെങ്കിൽ ഇങ്ങനെ കളിയാക്കിയും പറഞ്ഞും അതുപോലെ അഭിക്കിട്ട് കൊടുക്കാവുന്നതല്ല അങ്ങനെ അഭിക്കിട്ടും കൊടുത്ത് ഇങ്ങനെ അവിടെ നിൽക്കുക. ഈ ഒരു സമയത്താണ് ഡോക്ടർ നമ്മുടെ ജാനകിയെ പരിശോധിച്ച് ജാനകിയുടെ കേസും കാര്യങ്ങളെല്ലാം നോക്കി വരുന്നതും അഭിയെ കാണുന്നതും. അപ്പോൾ അഭി പ്രതീക്ഷയോടെ നിൽക്കുകയാണ്, ആകാംക്ഷയോടെ നിൽക്കുക, എന്താ ഡോക്ടർ പറയുന്നതെന്ന് അറിയാം. അപ്പോൾ ഡോക്ടറോട് ചോദിച്ചു, ഡോക്ടർ എന്താ ജാനകിയെ പരിശോധിച്ചതിന് ശേഷം എന്താ ഡോക്ടർക്ക് മനസ്സിലായെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് ജാനകിയെ ഡൽഹിക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. എന്താ ഡോക്ടർ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ജാനകി ഓരോ നിമിഷവും പോയിക്കൊണ്ടിരിക്കുന്നത് കോമ സ്റ്റേജിലേക്കാണെന്നും ഇനി അധികം വെച്ച് താമസിക്കാൻ പറ്റില്ല എന്ന കാര്യങ്ങളും ഇങ്ങനെ പറയാം. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ അഭി ഞെട്ടിപ്പോയി കേട്ടോ. നമുക്ക് ഒട്ടും സമയം കളയാനില്ല, ഓരോ സമയവും വിലപ്പെട്ടതാണെന്നും പറഞ്ഞ് ഓരോ മിനിറ്റും വിലപ്പെട്ടതാണെന്നും പറഞ്ഞ് ഡോക്ടർ ഇങ്ങനെ അഭിയോട് പറഞ്ഞു. അപ്പോൾ എത്രയും പെട്ടെന്ന് ജാനകിയെ കൊണ്ടുപോകാനുള്ള നീക്കങ്ങളും കാര്യങ്ങളും നടത്തണമെന്ന് പറഞ്ഞു. അങ്ങനെ കാര്യങ്ങളെല്ലാം ഡോക്ടർ വളരെ വിശദമായി തന്നെ അഭിയോട് പറഞ്ഞു. അഭിക്ക് ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും തകർച്ചയുടെ വക്കിലെത്തി ഇങ്ങനെ നിൽക്കുക. ഈ ഒരു സമയത്താണ് നമ്മുടെ അമൽ അഭിയെ വിളിക്കുന്നത്. അഭി വിളിച്ചിട്ട് വിവരങ്ങളെല്ലാം ചോദിച്ചു. വിവരങ്ങൾ ചോദിച്ചപ്പോൾ കാര്യങ്ങളെല്ലാം വിശദമായിട്ട് തന്നെ അഭി അമലിനോടും പറയുവാണ്. അപ്പോൾ ജാനകി എത്രയും പെട്ടെന്ന് ഡൽഹിക്ക് കൊണ്ടുപോകണമെന്നാണ് പറഞ്ഞത്. ഇങ്ങനെ ഒരു സ്റ്റേജിലൂടെയാണ് ജാനകി ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് തുടങ്ങിയതെല്ലാം പറഞ്ഞു. അപ്പോൾ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ അമലും ഭയങ്കരമായിട്ട് ടെൻഷനായി. ഇപ്പോൾ അന്നേ നമ്മുടെ നിരഞ്ജനയിടത്തെയും ഏട്ടനും കാരണമാണ്, ഞാൻ അന്നേ പറഞ്ഞതാണ് ഏട്ടത്തിയെ മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകാം എന്നൊക്കെ പറഞ്ഞാണെന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ നമ്മൾ കൊണ്ടുപോയിരുന്നെങ്കിൽ ഇപ്പോൾ ഈ ഡോക്ടർ വന്നതുകൊണ്ടല്ലേ കാര്യങ്ങളെല്ലാം അറിയാൻ പറ്റിയതെന്നൊക്കെ പറഞ്ഞ് അഭിയും തിരിച്ചിങ്ങനെ പറയുന്നേ.
അപ്പോൾ അതിനുള്ള നീക്കങ്ങൾ എത്രയും പെട്ടെന്ന് തുടങ്ങണമെന്നും പറഞ്ഞ് ഇവർ സംസാരിക്കുന്നു. ഒട്ടും സമയം വൈകിപ്പിക്കരുതെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നതെന്ന് പറയുമ്പം സെക്കൻഡുകൾ കൊണ്ട് ഡൽഹിയിൽ എത്തിപ്പിക്കുക എന്നുള്ള ഒരു ടാസ്ക് മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ എന്നൊക്കെ ഇവരിങ്ങനെ സംസാരിച്ചു. അതിനുശേഷം ഞാൻ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് വരാമെന്നും പറഞ്ഞുകൊണ്ട് അമൽ ഫോണും കട്ട് ചെയ്തു. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ പ്രഭാവതി ഓടി വരുമോ എന്താ അഭി പറഞ്ഞതെന്ന് അറിയാനായിട്ട്, ജാനകിയുടെ കാര്യം എന്താ അറിഞ്ഞതെന്ന് അറിയാനായിട്ട് ഓടി കതിച്ച് വന്നു കേട്ടോ. വന്നു കഴിഞ്ഞപ്പോൾ അമലിനോട് ചോദിച്ചു എന്താ വിവരമെന്ന് ചോദിച്ചപ്പോൾ വിവരങ്ങളെല്ലാം പറഞ്ഞു. ജാനിയടുത്തിയെ ഇത്രയും പെട്ടെന്ന് ഡൽഹിക്ക് കൊണ്ടുപോകണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇവർ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ സംസാരിക്കാം അമ്മയോട് അമൽ. അപ്പോൾ ഇങ്ങനെ ഇതെല്ലാം കേട്ട് പ്രഭാവതി എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുക. അപ്പോൾ ഇത് ഈ പറച്ചിൽ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അപർണ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് വരും. അപർണ വന്നിട്ട് ഇവരുടെ സംസാരം കേൾക്കാൻ ഇടയായി. പെട്ടെന്ന് തന്നെ ഒളിച്ചു നിന്ന് ഇത് കേൾക്കുക കേട്ടോ. അപ്പോഴേക്കും അമൽ പറയുന്നത് ജാനിയടുത്തി ഓരോ നിമിഷവും ഇപ്പോൾ കോമ സ്റ്റേജിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ ഒരു ഇതാ പറയുന്നത്. അപ്പോൾ ജാനകി കോമയിലേക്ക് പോവുകയാണെന്ന് കേട്ടപ്പോഴത്തേക്കും അവൾക്ക് മനസ്സിൽ ലഡു പൊട്ടി. ലോട്ടറി അടിച്ച സന്തോഷത്തിൽ അപർണ അവിടെ നിന്ന് ഈ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞുള്ള ഒരു രീതിയിൽ ഇങ്ങനെ നിൽക്കുക. ഭയങ്കര സന്തോഷത്തിൽ ഇവളിങ്ങനെ ചെവി വട്ടം പിടിച്ച് ഇവർ പറയുന്നത് കേൾക്കുവാണ്. അപ്പോൾ ഇങ്ങനെ ഡൽഹിയിലുള്ളൊരു ന്യൂറോ ഡോക്ടറാണ് വന്നതെന്നും അദ്ദേഹം പരിശോധിച്ചതിന് ശേഷമാണ് ഇങ്ങനെ പറഞ്ഞതെന്നൊക്കെയുള്ള കാര്യങ്ങളെല്ലാം അമൽ ഇങ്ങനെ പറയുന്നു. അപ്പോൾ എത്രയും പെട്ടെന്ന് ഏട്ടത്തിയുടെ ചികിത്സ മുന്നോട്ട് കൊണ്ടുപോകണം, വൈകും തോറും ഏട്ടത്തി കോമയിലേക്ക് പോകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണെന്നും പറഞ്ഞ് ഇവരിങ്ങനെ പറയുന്നു. ഇവൾ ലോട്ടറി അടിച്ച ആ സന്തോഷത്തിൽ ഓടുക, ഫോൺ എടുത്ത് അച്ഛനെ വിളിച്ച് വിവരം പറയാനായിട്ട്. എന്നിട്ട് ഓടിച്ചെന്ന് തമ്പിയെ ഫോൺ എടുത്ത് വിളിക്കുക, അച്ഛാ നമ്മൾ രക്ഷപ്പെട്ടച്ചാന്നും പറഞ്ഞുകൊണ്ട്. എന്താടി മോളെ എന്താടി നീ ഇങ്ങനെ കിടക്ക് പറയണേന്ന് ചോദിക്കുമ്പോൾ ജാനകിയുടെ കാര്യം തീർന്നു വെച്ചാൽ അവളിതേ കോമ സ്റ്റേജിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഇനി അവളെയും കൊണ്ട് ഒരു ഗുണവും ഇല്ല വെച്ചാൽ, അവളിങ്ങനെ ചത്ത ശവം പോലെ കിടന്നോളൂ വെച്ചാൽ, ഇനി അവളായിട്ട് നമുക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല വെച്ചാൽ, കേസ് നമ്മൾ പുഷ്പം പോലെ ജയിക്കുക വെച്ചാൽ, കേസ് തള്ളിപ്പോവുക വെച്ചാൽ തുടങ്ങിയ രീതിയിലൊക്കെ ഇങ്ങനെ മകൾ അച്ഛനോട് പറയാം. അടേ രക്ഷപ്പെട്ടു, ഇനിയിപ്പോൾ ആരെ ഒന്നിനെയും പേടിക്കേണ്ടെന്ന് പറഞ്ഞ് തമ്പി അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ അച്ഛനും മോളും കൂടെ ഒരുപാട് സ്വപ്നങ്ങളൊക്കെ നെയ്ത് കൂട്ടി അവിടെ അങ്ങനെ നിൽക്കുന്നു. പിന്നെ അപർണ അളകാപുരിയിൽ പാറി പറന്ന് നടക്കുക. ജാനകിയുടെ തളർച്ച, ജാനകിയുടെ തകർച്ച, ജാനകി ജീവച്ഛവമായി എന്ന ആ ഒരു വാർത്ത കേട്ടിട്ട് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി ഇങ്ങനെ നടക്കുവാണ്. ഇതേ സമയത്ത് നമ്മുടെ അബിയെ വിളിച്ച് പ്രഷർ എഴുത്തിക്കൊണ്ടേ ഇരിക്കുകയാണ് തിരുമേനി അവിടെ കിടന്ന്. അമ്മയെ വിളിച്ചുകൊണ്ട് പോകും, അമ്മയെ വിളിച്ചുകൊണ്ട് പോകുമെന്നും പറഞ്ഞു. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മുടെ സക്കീർ ബായിയെ വിളിച്ചിട്ട് അബി ചോദിച്ചു, ഞാൻ എന്താ സക്കീർ ബായി ചെയ്യേണ്ടേ, എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല എന്നും പറഞ്ഞു. അപ്പോൾ സക്കീർ ബായി പറഞ്ഞു, അമ്മയെ അവിടെ നിർത്താൻ അവർക്ക് സമ്മതം അല്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാനില്ല, തൽക്കാലം ഇനിയിപ്പോൾ ജാനകിയെയും കൊണ്ട് നമുക്ക് അങ്ങ് ഹോസ്പിറ്റലിലേക്ക് പോകണമല്ലോ. അപ്പോൾ ജാനകിയെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോവേണ്ടതായതുകൊണ്ട് തന്നെ അമ്മയെ നമുക്ക് കൂടെ കൂട്ടാം, അമ്മ നമ്മുടെ കൂടെ നിൽക്കട്ടെ. എന്തായാലും അമ്മ നമുക്കൊപ്പം ഉള്ളപ്പോൾ അത്രയും വലിയൊരു സുരക്ഷിതത്വം വേറെ ഇല്ലല്ലോ. അത് മാത്രമല്ല, ഒരു പക്ഷേ ഇനിയിപ്പോൾ അമ്മ വന്നാൽ ജാനകിക്ക് എന്തെങ്കിലും മാറ്റമൊക്കെ ഉണ്ടായാലോ എന്ന് വക്കീലും കൂടെ പറയുന്നത് കേട്ടപ്പോഴത്തേക്കും എന്നാൽ അങ്ങനെ തന്നെ ചെയ്യാമെന്നും പറഞ്ഞ് നമ്മുടെ സക്കീർ ബായി പറഞ്ഞനുസരിച്ച് അബി തീരുമാനിക്കാം. എന്നിട്ട് അബി പോയി അമ്മയെ വിളിച്ചുകൊണ്ട് വരാനായിട്ട്. അങ്ങനെ അമ്മയെ വിളിക്കാനായിട്ട് അവിടെ ആശ്രമത്തിലേക്ക് ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും മോളെ എന്നും പറഞ്ഞ് വിളിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക അമ്മ അവിടെ. അപ്പോൾ അമ്മ അവിടെ ചെയ്തു കൂട്ടിയ കാര്യങ്ങളും മറ്റു പ്രശ്നങ്ങളും എല്ലാം തിരുമേനി ഇങ്ങനെ പറഞ്ഞു. എന്നിട്ട് അബിയോട് പറഞ്ഞു, എൻ്റെ നിവർത്തികേട് കൊണ്ടാണ് ഇവരെ എനിക്കിവിടെ താമസിപ്പിക്കാൻ പറ്റാത്തത് കൊണ്ട്, അത്രയ്ക്ക് വയലൻ്റ് സ്വഭാവത്തിലേക്കാണ് ഇവർ പോയിക്കൊണ്ടിരിക്കുന്നത്, ഇവരെ ഒരിക്കലും നമുക്ക് ഇവിടെ നിർത്താൻ പറ്റാത്തത് കൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ തൻ്റെ അവസ്ഥകളെ പറ്റി ഇങ്ങനെ പറയും. അപ്പോൾ എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാകുമെന്നും പറഞ്ഞ് അദ്ദേഹം ഇങ്ങനെ പറയുക കേട്ടോ. അപ്പോൾ ഇവർ തമ്മിൽ അതെല്ലാം സംസാരിച്ചതിന് ശേഷം അമ്മയെ അവിടെ നിന്ന് പാക്ക് ചെയ്യുക നേരെ ആശുപത്രിയിലേക്ക്. അങ്ങനെ അവർ അങ്ങോട്ട് പോരുന്നു. ഈ ഒരു സമയത്ത് നമ്മുടെ പൊന്നുകുട്ടിക്ക് അമ്മയെ കാണണം, അതായത് ജാനകിയുടെ അരികിലേക്ക് വരണം. അപ്പോൾ ജാനകിയെ കൊണ്ടുപോകുവാണല്ലോ, അപ്പോൾ ജാനകിയെ കാണിക്കണം, പൊന്നുകുട്ടിയെ ജാനകിയെ കാണിക്കണം. അപ്പോൾ ജാനകിയെ കാണിച്ച് ജാനകിയുടെ കൂടെ തന്നെ നിർത്താൻ കുറച്ച് സമയം കൊണ്ടുപോകുന്ന ആ ഒരു സമയം വരെ ജാനകിയുടെ കൂടെ നിർത്തണം. അതിനൊക്കെ വേണ്ടിയിട്ട് ഉള്ള കാര്യങ്ങളൊക്കെ അമലിനെ വിളിച്ച് ഏർപ്പാടാക്കി നമ്മുടെ അബി. എന്നിട്ട് എന്നെ കൊച്ചുമായിട്ട് വരികയും ചെയ്തു അമൽ ഹോസ്പിറ്റലിലേക്ക്. അങ്ങനെ പൊന്നുകുട്ടിയുണ്ട് അവിടെ ജാനകിയുടെ അടുത്ത് വന്ന് കുഞ്ഞിങ്ങനെ വർത്താനമൊക്കെ പറയാം കേട്ടോ. അങ്ങനെ ആ ഒരു കാര്യങ്ങളെല്ലാം അവിടെ നടക്കുന്നു. ഈ ഒരു സമയത്ത് അബി അവിടെ നിന്ന് അമ്മയായിട്ട് പുറപ്പെട്ടു. അമ്മയായിട്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് പോരുക. അപ്പോൾ അമ്മയായിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. അബിയാണെങ്കിൽ അമലുമായിട്ട് എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ സക്കീർ ബായി ആയിട്ട് സംസാരിക്കുന്നു, നിരഞ്ജനയായിട്ട് സംസാരിക്കുന്നു. അപ്പോൾ അമ്മ വരുന്നുണ്ടെന്നുള്ള കാര്യം അമലും നിരഞ്ജനയും സക്കീർ ബായും ഒക്കെ അറിഞ്ഞു. അവർക്കൊക്കെ ഒരു പ്രതീക്ഷ, ഇനിയിപ്പോൾ അമ്മ വന്നെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചാൽ അമ്മയുടെ നാവിൽ നിന്ന് മോളെ എന്നൊരു വാക്ക് കേട്ടാൽ ഒരു പക്ഷേ ജാനിയടുത്ത് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നാലോ, ആ ഒരു പ്രതീക്ഷയാണ് അമലിനൊക്കെ ഉള്ളത്. എന്തായാലും അവരെല്ലാവരും അമ്മ വരുന്നത് ഒറ്റ നോക്കിക്കൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ്. അബി എന്നിട്ട് അമ്മയായിട്ട് ഹോസ്പിറ്റലിലേക്ക് വന്നു കേട്ടോ. അവിടെ പടക്കം പൊട്ടിച്ച് ആഘോഷിക്കുക നമ്മുടെ അപർണ. ഇപ്പോൾ കോമയിലേക്കായി പോയി ജാനകി ഇനി ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ല, മരണത്തിന് തുല്യമായി ജാനകിയുടെ ജീവിതം എന്നൊക്കെയുള്ള ഒരു സന്തോഷത്തിൽ അല്ലെങ്കിൽ ആ ഒരു സ്വപ്നം കാണില്ല. അപർണ അങ്ങനെ അളകാപൂരി നിറഞ്ഞ് തുളുമ്പി ഇങ്ങനെ നടക്കുക.
ആ ഒരു സമയത്ത് നമ്മുടെ അജയ് നിരഞ്ജനയെ കാണാനും നിരഞ്ജനയോട് സംസാരിക്കാനുമായിട്ട് ശ്രമിക്കുമ്പം എന്താ പറയുക, തെരുവ് നായ ആട്ടി ഓടിക്കുന്നത് പോലെ അജയെ നമ്മുടെ നിരഞ്ജന ആട്ടി ഓടിക്കുകയാണ്. തന്നെ കാണാനോ അല്ലെങ്കിൽ അജയെ കാണാനോ അജയോട് സംസാരിക്കാനോ തനിക്ക് സമയമില്ല, താല്പര്യമില്ല, തനിക്ക് 100 കൂട്ടം പ്രശ്നങ്ങളും 100 കൂട്ടം തിരക്കുകളും ഉണ്ട് എന്നൊക്കെ പറഞ്ഞ്, അതായത് തൻ്റെ ജോലിക്ക് അല്ലെങ്കിൽ തൻ്റെ കരിയറിനാണ് താൻ ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് നിരഞ്ജന ഇങ്ങനെ അജയെ മാക്സിമം അവോയ്ഡ് ചെയ്ത് തള്ളി 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 വിടുവാണ്. ഇവനാണെങ്കിൽ ഒരു നാണോ മാനോ ഇല്ലാതെ നിരഞ്ജനയുടെ പിന്നാലെ ഇങ്ങനെ നടക്കുന്നു. നിരഞ്ജനയ്ക്ക് ഇവനെ വേണ്ട എന്ന് തന്നെ എല്ലാവരോടും നിരഞ്ജന പറയുന്നുമുണ്ട്. അജയ്ക്ക് അത് അറിയാം. അതുകൊണ്ട് തന്നെ അജയ് നിരഞ്ജനയെ തന്നെ ഉപേക്ഷിച്ച് പോകാതിരിക്കാൻ വേണ്ടി മാക്സിമം ഇങ്ങനെ എഫേർട്ട് എടുത്ത് പുറകെ നടക്കുക. പക്ഷെ നിരഞ്ജന പുല്ലുപോലെ അത് വലിച്ചെറിഞ്ഞ് അല്ലെങ്കിൽ തള്ളിക്കളഞ്ഞിട്ടാണ് നടക്കുന്നത്. ഈ സമയത്ത് നിരഞ്ജന ഇപ്പോൾ ഭയങ്കര പ്രതീക്ഷയില്ല. കാരണം ആ CI സാറ് നിരഞ്ജനയ്ക്ക് എന്തോ ഒരു വലിയൊരു ഈ കേസിന് ഉപകാരപ്പെട്ട കാര്യം ചെയ്തു കൊടുക്കാമെന്നും ഒരു സാക്ഷിയെ കൊണ്ട് കൊടുക്കാമെന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് എപ്പോൾ വേണമെങ്കിലും അതിൻ്റേതായ ഒരു ഇത് വരുമെന്നുള്ള ആ ഒരു ഇതിൽ നമ്മുടെ നിരഞ്ജന ഇങ്ങനെ നിൽക്കുക. അദ്ദേഹത്തിനെ കാണണം, അത് ആരാണെന്ന് അറിയാനൊക്കെ ആയിട്ടുള്ള ഒരു ക്യൂരിയോസിറ്റിയോട് കൂടിയാണ് നമ്മുടെ നിരഞ്ജന ഇപ്പം നടക്കുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ജാനകിയടുത്ത് അങ്ങോട്ട് കൊണ്ടുപോകണം, അതുപോലെ തന്നെ ജാനകിയടുത്തിൻ്റെ അമ്മ വരുന്നു. അങ്ങനെ 100 കൂട്ടം കാര്യങ്ങൾ നമ്മുടെ നിരഞ്ജനയുടെ ലൈഫിൽ നിരഞ്ജന ഇങ്ങനെ കൊണ്ട് നടക്കുക. അതിൻ്റെ ഇടയ്ക്കാണ് ചൊറിയാനായിട്ട് അജയ് വരുന്നത്. നിരഞ്ജന മൈൻഡ് ചെയ്യുമോ, പോട്ടെ പുല്ലെന്നും പറഞ്ഞ് തള്ളിക്കളയുക. ഈ സമയത്ത് നമ്മുടെ അഭി അമ്മയായിട്ട് അങ്ങോട്ടേക്ക് വന്നു. അമ്മയായിട്ട് വന്നു. അമ്മ വന്നപ്പോൾ മോളിങ്ങനെ കിടക്കുന്നതാണ് കാണുന്നത്. ഇത് അമ്മയുടെ മോളെന്നും പറഞ്ഞ് അഭി കാണിച്ചു കൊടുക്കുക. ഈ മോളുടെ അവസ്ഥ അമ്മ കണ്ടോ, ഇതുകൊണ്ടാണ് അമ്മയോട് അവിടെ നിൽക്കുന്നു ഞാൻ പറഞ്ഞത്, അമ്മ ഒന്നും മനസ്സിലാക്കിയില്ല എന്നൊക്കെ പറഞ്ഞ് അഭി ഇങ്ങനെ പറയുന്നേ. അമ്മയുടെ മോളെ ഒന്ന് വിളിച്ചു നോക്കാൻ പറഞ്ഞു. അപ്പോൾ ഇവരും അടുത്തുനിന്ന് ഇങ്ങനെ പറയാം, അമ്മയെ കൊണ്ടൊന്ന് വിളിപ്പിച്ച് നോക്കുക. അമ്മ വിളിച്ച ഒരു പക്ഷേ ജാനിയടുത്ത് തിരിച്ചു വന്നാലോ. അമ്മ സംസാരിച്ചു എന്ന് അറിയുമ്പോൾ ജാനിയടുത്തേക്ക് ഒരുപാട് സന്തോഷമായി, ജീവിതത്തിലേക്ക് മടങ്ങി വന്നാലോ. അപ്പോൾ പൊന്നുകുട്ടി അടുത്ത് നിൽപ്പുണ്ട്. പൊന്നുകുട്ടി എന്നിട്ട് പറയാം, അമ്മാമേ എൻ്റെ അമ്മയെ ഒന്ന് വിളിക്കാം അമ്മാമേ, എൻ്റെ അമ്മ കിടക്കുന്നത് കണ്ടോ അമ്മാമേ, പൊന്നുകുട്ടിക്ക് ചോറ് വാരിത്തരാനും പൊന്നുകുട്ടിയെ കുളിപ്പിക്കാനും പൊന്നുകുട്ടിയെ സ്നേഹിക്കാനും ഒന്നും ആരുമില്ല അമ്മമ്മേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുഞ്ഞിങ്ങനെ പറയാം. അപ്പോഴേക്കും നമ്മുടെ അമ്മയ്ക്ക് ജാനകിയെ കണ്ടപ്പോഴത്തേക്കും പിടിവിട്ടുപോയി. മോളെന്നും പറഞ്ഞൊരു വിളിയായിരുന്നേ. മോളെന്ന് പറഞ്ഞ് വിളിച്ചപ്പോഴത്തേക്കും അഭിയൊക്കെ അന്തം വിട്ടിങ്ങനെ നോക്കുക. പിന്നെ മോളെ ജാനകി, എൻ്റെ പൊന്നു മോളെന്നും പറഞ്ഞാൽ അമ്മ തൻ്റെ ഉള്ളിലെ സകല സ്നേഹവും അല്ലെങ്കിൽ സകല ഇതും പുറത്തേക്ക് എടുത്ത അമ്മ മോളെ വിളിക്കുന്നിടത്ത് നമ്മുടെ ജാനകിക്ക് ഉത്ബോധം വരുവാണ്. വിത്തിൻ സെക്കൻഡുകൾ കൊണ്ട് ജാനകി ജീവിതത്തിലേക്ക് മടങ്ങി വരുന്ന ഒരു സാഹചര്യമാണ് കാണിക്കുന്നത്. അപ്പം മരണതുല്യമായി പോയ ജാനകി അമ്മയുടെ സാന്നിധ്യത്തിൽ ജീവിതത്തിലേക്ക് മടങ്ങി വരുന്നതോ ഇതൊന്നും അവിടെയുള്ള ആരും അറിയുന്നില്ല. അമ്മയുടെ പൊന്നു മോളെ ജാനകി എന്നും പറഞ്ഞുകൊണ്ട് വിളിക്കുമ്പോഴത്തേക്കും ഇങ്ങനെ കണ്ണ് തുറന്നു നമ്മുടെ ജാനകി കണ്ണ് തുറന്നിട്ട് അമ്മയെന്നും പറഞ്ഞു വിളിച്ചു. അപ്പോഴത്തേക്കും അബി പൊന്നു അതും അവരൊക്കെ സ്വർഗം കിട്ടിയതുപോലെയാണ്. ജാനകി ഇതേ നിൻ്റെ അമ്മയാണ് വന്നിരിക്കുന്നത് ജാനകി എന്നും പറഞ്ഞുകൊണ്ട് അബിയും ഭയങ്കര ഇത് അമ്മയെ ജാനകി എന്നൊക്കെ പറഞ്ഞാൽ എന്ത് പറയണമെന്ന് അബിക്കും അറിയത്തില്ല. അബിയും ഭയങ്കരമായിട്ട് അങ്ങ് ഇതായിപ്പോയി കേട്ടോ. എന്തായാലും നമ്മുടെ ജാനകി സെക്കൻഡുകൾ കൊണ്ട് ജീവിതത്തിലേക്ക് മടങ്ങി വന്നു. എല്ലാ പ്രതിസന്ധികളും തരണം ചെയ്ത് ജാനകി പഴയ ജീവിതത്തിലേക്ക് ഓർമ്മകളിലേക്ക് തിരിച്ചു വന്നു. അപ്പോഴത്തേക്കും പിന്നെ ഡോക്ടർ ഓടി വന്നു. ഡോക്ടർ അറിയിച്ചപ്പോഴത്തേക്കും ഡോക്ടർ ഓടി വന്നു. ഡോക്ടർ ഒന്ന് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ഡോക്ടർക്കും അത് ഭയങ്കര സന്തോഷമായി പോയി. ഡോക്ടറും ഒട്ടും വിചാരിച്ചില്ല ജാനകിക്ക് ഇങ്ങനെ ഒരു മാറ്റം ഇവിടെ സംഭവിക്കും എന്നുള്ളത്. ഡോക്ടർ അന്നേരത്തേക്കും താങ്ക് ഗോഡ് എന്നും പറഞ്ഞ് ദൈവത്തിന് നന്ദി പറയാം കേട്ടോ. അതിനുശേഷം പിന്നെ ജാനകിക്ക് ഇനി ഒരു കുഴപ്പമില്ല, നിങ്ങളാരും ഒന്നും പേടിക്കേണ്ട കാര്യമില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇത് ആരാണെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ജാനകിയുടെ അമ്മയാണെന്നും അമ്മ വന്നതിന് ശേഷമാണ് ജാനകിക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടായി തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്തായാലും നമ്മുടെ അപർണയുടെയും അതുപോലെ തമ്പിയുടെയും കാലനായിട്ട് രാധാമണിയമ്മയും ജാനകിയും ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് വരികയാണ്. ഇനിയിപ്പോൾ സംസാരിക്കാൻ തുടങ്ങി, അമ്മയ്ക്ക് ഓർമ്മകളായി, മകൾക്ക് ജീവിതം തിരിച്ചു കിട്ടി, ഓർമ്മകളായി. ഇനിയിപ്പോൾ അമ്മയെ എങ്ങോട്ടും കൊണ്ടുപോയി നടതള്ളേണ്ട കാര്യം അല്ലെങ്കിൽ ആർക്കും ഒരു ബാധ്യതയായിട്ട് ഇട്ട് കൊടുക്കേണ്ട കാര്യം ജാനകിക്കില്ല. തൻ്റെ അമ്മയെയും കൂട്ടി അന്തസ്സായിട്ട് ജാനകിക്ക് അളകാപുരിയിലേക്ക് പോകാം. അപ്പോൾ ഈ കാര്യങ്ങൾ ഉറപ്പായി. ഈ സമയത്ത് ഡോക്ടർ ജാനകിയെ പരിശോധിച്ചു. അപ്പോഴത്തേക്കും ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് ഒരുപാടുണ്ടെന്നൊക്കെ ഇങ്ങനെ പറയാം, നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയുടെ ഫലമാകാം. ഇനിയിപ്പോൾ ജാനകിക്ക് ഒന്നും പേടിക്കാനില്ല. കുറച്ച് ദിവസങ്ങൾ മാത്രം ജാനകിക്ക് ഇവിടെ ഒന്ന് കിടന്നതിന് ശേഷം വേണമെങ്കിൽ നിങ്ങൾക്ക് വീട്ടിലേക്കും പോകാമെന്ന് ഡോക്ടർ ഒന്ന് തുടരെ പരിശോധനകളും കാര്യങ്ങളും നടത്തിയിട്ട് ഇവരോട് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ജാനകി എഴുന്നേറ്റിരുന്നു, ഭക്ഷണം കഴിക്കാൻ തുടങ്ങി, പൊന്നുകുട്ടിയായിട്ട് ചിരിക്കുന്നു, കളിക്കുന്നു, വർത്താനം പറയുന്നു, അമ്മ അടുത്തിരുന്ന് സംസാരിക്കുന്നു. അബിക്ക് ഇനി ഇതിലപ്പുറം എന്ത് വേണം? അബിയുടെ ജീവിതത്തിലേക്ക് എല്ലാം തിരിച്ചു കിട്ടി. അബിക്ക് ഒരുപാട് സന്തോഷമായി. അങ്ങനെ ഈ സന്തോഷം അബി അമലിനെ, നിരഞ്ജനയെ, സക്കീർ ഭായ് എല്ലാവരും വിളിച്ചറിയിച്ചു. എല്ലാവരും ഓടിയെത്തുക നമ്മുടെ ജാനകിയെ കാണാനായിട്ട്.
അങ്ങനെ ജാനകി ജീവിതത്തിലേക്ക് മടങ്ങി വന്നതും ഇനി അങ്ങോട്ട് ആ അമ്മയും മോളും ഒരുമിച്ച് അളകാപുരിയിലേക്ക് എത്തുന്നതും ആ അളകാപുരിയിൽ നിന്നുകൊണ്ട് തന്നെ തമ്പി എന്ന് പറയുന്ന ചെകുത്താൻ്റെ പപ്പും തോലും പറിക്കുകയും ഈ കേസുമായിട്ട് നല്ല അന്തസ്സായിട്ട് ഇവർ മുന്നോട്ട് പോവുകയും അതുപോലെയൊക്കെയുള്ള കാര്യങ്ങളും എല്ലാം നല്ല സെറ്റപ്പായിട്ട് നടക്കും. ഒരു മാറ്റവും അതിനില്ല. പക്ഷേ ഇനി അളകാപുരിയിൽ ജാനകിയെ അമ്മയെ എങ്ങനെയാണ് കൊണ്ടുപോയി പ്രസൻറ്റ് ചെയ്യുന്നതെന്നും ഏത് രീതിയിലാണ് അമ്മയെ സംരക്ഷിക്കുന്നതെന്നും അവിടെ അപർണയുടെ അവസ്ഥ എന്താകുമെന്നും ഒക്കെയുള്ളത് മാത്രം ഒന്ന് കണ്ടറിഞ്ഞാൽ മതി. അപ്പോൾ എല്ലാവരും ഒന്ന് കാത്തിരുന്ന് കാണണം കേട്ടോ. അടുത്ത ആഴ്ചത്തെ എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത കിടിലൻ എപ്പിസോഡാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.